ഇന്ന് നേപ്പാൾ എൻ്റെ വീട്ടിൽ പോകണം. നമ്മൾ യാത്ര ആക്കാൻ എല്ലാവരും എണീറ്റ് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കുഞ്ഞാടെ ആദ്യത്തെ ഫ്ലൈറ്റാണ്. ബോർഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 8 മണിക്ക് എടുക്കുന്ന ഫ്ലൈറ്റാണ്. വൈകുന്നേരം 4:10 കാഠ്മണ്ഡുവിലെത്തും. ഡൽഹിയിൽ 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ആദ്യ ഫ്ലൈറ്റ് യാത്രയാണ്. കുഞ്ഞു അതിൻ്റെ ത്രില്ലാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറി സീറ്റിൽ ഇരുന്ന്. കുഞ്ഞു വാവയ്ക്ക് സീറ്റ് ഉണ്ട്. 2 വയസ്സ് കഴിഞ്ഞ കൊച്ചുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. ഫ്ലൈറ്റ് പറന്നു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് ഫുഡുമായി വന്നു. ഓംലെറ്റ്, പൊട്ടറ്റോ ഫ്രൈ, ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ടൊരു ഫ്രൈയും പിന്നെ അമുലിൻ്റെ യോഗറ്റും ബന്നും ബട്ടറും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലായിരുന്നു. കുഞ്ഞുവാവയ്ക്കുള്ള ഫുഡ് നമ്മൾ വേറെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി പൊടി ദോശ വാങ്ങിച്ച് കുഞ്ഞുവാവന് കൊടുത്ത് നമ്മൾ കഴിച്ചു. പിന്നെ കുഞ്ഞുവാവന് അവിടെ വെളിയിൽ ഫ്ലൈറ്റ് നോക്കിയിരിക്കുകയാണ്. അവൾക്ക് ഫസ്റ്റ് ടൈമാണ് ആ ഫ്ലൈറ്റ് കണ്ടത്. അതുകൊണ്ട് വെളിയിൽ നോക്കിയിരിക്കാൻ എത്ര ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. കുഞ്ഞുവാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുഞ്ഞുവാവനെ കളിപ്പിക്കാൻ പോയി. കുഞ്ഞുവാവ കളിച്ചിരിക്കുകയാണ്. കുഞ്ഞുവാവയ്ക്ക് അച്ഛൻ സഹായിക്കാൻ കുഞ്ഞുവാവനെ കളിക്കാൻ വണ്ടിയിൽ കയറ്റാണ്. ഡൽഹിയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി നമ്മൾ കാഠ്മണ്ഡുവിലോട്ട് പോവാണ്. അവിടുന്ന് 1.5 മണിക്കൂറാണ് യാത്ര ഡൽഹിയിൽ നിന്നും. കാലാവസ്ഥ ചിലപ്പോൾ മോശം കാരണം ചിലപ്പോൾ 15 മിനിറ്റ് ലേറ്റായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം 15 മിനിറ്റ് ലേറ്റായി. അങ്ങനെ കാഠ്മണ്ഡുവിൽ ലാൻഡ് ചെയ്തു. വീട്ടിൽ നിന്ന് ചേട്ടനും അച്ഛനും ചേച്ചിയും അനിയത്തിയെല്ലാം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കാറിൽ അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടു. അവിടെ നിന്നൊരു 10 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും